ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലും ദേവരാഗം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഒരു ചേച്ചിയുണ്ട്, മീനാകുമാരി ചേച്ചി. പിന്നെ ഒരു രേണുക എന്ന് പറഞ്ഞൊരമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആദ്യമായിട്ട് വിളിച്ചത് അവരാണ്. അല്ലാതെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളെ നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ ചാനൽ കാണുന്ന. രണ്ട് പേര്, ഒരാൾ ഞാൻ കമൻറ്റിൽ ഞാൻ സംസാരിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പറയാനുള്ള ടൈം എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പിന്നെ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ, യാത്രകൾ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നൊന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴാണൊന്ന് ഓക്കെ ആയി വന്നത്. ഇപ്പോൾ 41 ദിവസം വ്രതം നടക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പം ജൂൺ 1 ഇനി ഒരു 10-20 ദിവസം കൂടെ ഇനി ബാലൻസ് ഉണ്ട് എനിക്ക് വ്രതം തീരാനായിട്ട്. അപ്പം ഇപ്പം രാവിലെ വിളക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, പൂജാ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എനിക്കിപ്പം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുളിച്ചിട്ട് വീണ്ടും പൂജാ റൂമിലേക്ക് കയറണം. ഇനി കർക്കിടക മാസമാണ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കർക്കിടക മാസത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നു. കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ, കർക്കിടക മാസം പുണ്യമാസമാണ്. കർക്കിടക മാസം വ്രതമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് തിരക്കിലാണ്. പൂജാ റൂമിലും അങ്ങനെയൊക്കെയുള്ള സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇപ്പം ജൂലൈ മാസം 1 തീയതിയായി. ഇനി 15 ദിവസമുള്ളൂ കർക്കിടക മാസം തുടങ്ങാനായിട്ട്. രാമായണ മാസമാണ് കർക്കിടക മാസം തുടങ്ങാനായിട്ട്. ഇനി 15 ദിവസമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആളുകൾ പറയും പഞ്ഞമാസമാണെന്നാണ് കർക്കിടക മാസത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഉപരി തന്നെ രാമായണ മാസമാണ്. അപ്പം ഹൈന്ദവ ആചാരപ്രകാരം പുണ്യമാസമാണ് രാമായണ മാസം. രാമായണം വായിക്കാനും വീട് വൃത്തിയാക്കാനും ഒരുപാട് സമയം ആത്മീയ കാര്യങ്ങളിലേക്ക് ചെലവിടാനും ഒക്കെയുള്ള മാസമാണ് രാമായണ മാസം. അപ്പോൾ ഈ രാമായണ മാസത്തെ വരവേൽക്കാനായിട്ട്, അതായത് നമ്മുടെ മലയാള മാസത്തിൻ്റെ ഏറ്റവും അവസാന മാസമാണ് കർക്കിടക മാസം. അത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങമാസമാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ അതായത് ഈ അതിനൊരു പേരുണ്ടല്ലോ, എല്ലാം വീടുകളൊക്കെ വൃത്തിയാക്കുക. അപ്പോൾ ആണ്ടറുതി എന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവിനെയും പുറന്തള്ളപ്പെടുകയാണ് കർക്കിടക മാസത്തിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതായത് ജനാലകൾ, പഴയ പാത്രങ്ങൾ, അങ്ങനെ വേസ്റ്റ് തുണികൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള കുറേ സംഭവം ഞാൻ ഓർഡറായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ട്, അതായത് മൂദേവികളെ എല്ലാം അവിടെ ഉള്ള സംഭവത്തിനെയൊക്കെ നമ്മൾ പുറത്താക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യണത്, അല്ല എങ്ങനെയാണ് എൻ്റെ അറിവിൽ, അല്ലെ ഞാൻ മനസ്സിലാക്കി എൻ്റെ മനസ്സിനകത്ത് ഉള്ള അറിവുകളും ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് കർക്കിടക മാസം വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വീട്ടിൽ അതായത് എല്ലാ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊന്നും അങ്ങനെ ചെയ്യത്തില്ല, അവരൊക്കെ അതൊക്കെ വൃത്തിയാക്കും. അപ്പം അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉപയോഗശൂന്യമായ ബെഡ്ഷീറ്റ്, തലവണ കവറുകൾ, നിങ്ങളിടുന്ന ഡ്രസ്സുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കീറിയതും പഴയതും ഒക്കെ ആയിട്ടിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങളിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം നിങ്ങളെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം വേസ്റ്റ് ആയിട്ട് നിങ്ങളെടുത്ത് ഒഴിവാക്കുക. ഒന്നെങ്കിൽ അത് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അത് ഒഴുക്കിയൊക്കെ കളയുമ്പോൾ എന്ന് പറയുമ്പോൾ അതും വൃത്തികേടാണ്. അപ്പോൾ അതിനെല്ലാം ഒന്നെങ്കിൽ കത്തിച്ച് കളയണം. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഈ ഒഴിവാക്കുന്ന സാധനങ്ങൾ, പഴയ ചീപ്പ് ബാഗുകൾ, പിന്നെ പഴയ പാത്രങ്ങൾ, എന്തൊക്കെ നിങ്ങളെ വീട്ടിനകത്ത് നിങ്ങൾ ഉപയോഗിച്ച എന്തൊക്കെ പഴയ സാധനങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഓരോ സംഭവം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളതെല്ലാം എടുത്ത് പൈസ വരെ ₹1 ഉൾപ്പെടെ നിങ്ങളെ വീട്ടിൽ നിന്ന്, അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ, അതിൽ നിന്നെല്ലാം എല്ലാ സംഭവങ്ങളും എല്ലാം എടുത്ത്, തുണി, പാത്രങ്ങൾ, പഴയ ഒഴിവാക്കേണ്ട പാത്രങ്ങൾ, പിള്ളേരുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പഴകി വെച്ചിരിക്കുന്ന ഫ്ലാസ്ക്, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിൽ നിന്ന് ഓരോന്ന് എടുത്ത് കെട്ടി ഒരു പഴയ തുണിയിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒന്നിച്ച്
ചീപ്പ് വരെ അതിൽ ഉൾപ്പെടും കേട്ടോ. ചീപ്പ് നിങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ എല്ലാ സാധനത്തിൻ്റെ ഓരോന്നെടുത്ത് കെട്ടി 1 രൂപയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും കൊണ്ട് വഴി സൈഡിൽ കൊണ്ടുവന്ന് നിങ്ങളതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വന്ന് വെള്ളം കുടഞ്ഞ് നിങ്ങളെ വീട്ടിനകത്ത് കയറുക. ഇനി വേറെ കാര്യം കൂടെ ഞാൻ പറയാം. അല്ലാതെ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായി കീറിയതും പറഞ്ഞതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കത്തിച്ച് നിങ്ങളതിനെ കളയുക. പിന്നെ ഇപ്പം ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. കാരണം ഇതിനകത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എന്ത് ചെയ്യും, ആ ഒരു ഗുമ്മ് നഷ്ടപ്പെടും, എൻ്റെ ഒരു ഭാഷ അത് നഷ്ടപ്പെട്ടു. അത് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പഴകിയതും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളൊരു ചാക്കിൽ കെട്ടി വെച്ചിട്ട് നിങ്ങൾ വല്ല ആക്രി ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുത്തൊഴിവാക്കുക. വേസ്റ്റ് തുണിയൊക്കെ പണ്ടൊക്കെ ബോംബെയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ഈ വേസ്റ്റ് തുണി എടുക്കാനായിട്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കീറിയെന്ന് പറഞ്ഞാൽ വേസ്റ്റ് തുണികളൊക്കെ ഒഴിവാക്കുക. വീട്ടിൽ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഇപ്പം സ്റ്റീൽ പാത്രം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആക്രിക്കാർ എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അത് കെട്ടി വയ്ക്കുക. ഇനി ജനലുകൾ, മേശ, കട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ തുടച്ച് ആ തറയെല്ലാം അടിച്ച് തുടച്ച് എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാക്കി ചില്ല് ജനലിൻ്റെ ജനാലകൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും നിങ്ങൾ തുടച്ച് വൃത്തിയാക്കി എല്ലാം കർക്കിടക മാസത്തിനെ വരവേൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. ബെഡ്ഷീറ്റുകൾ മാറ്റുക, തലവണക്കവിയ മാറ്റുക, കട്ടിൽ തുടയ്ക്കുക. അപ്പോൾ ഈ ചെറിയ ചെറിയ മേശയുടെ അടിയിൽ കൂടെയൊക്കെ ചുക്രി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ തൂത്ത് മാറ്റി വൃത്തിയാക്കി നീറ്റ് ആൻഡ് ക്ലീനാക്കി നിങ്ങൾ കർക്കിടക മാസത്തിനെ നിങ്ങൾ വരവേൽക്കണം. കാരണം ഇനി 15 ദിവസമേ ഉള്ളൂ കർക്കിടക മാസത്തിന്. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അത് ആ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. 1 രൂപ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കി നിങ്ങൾ കളയണം. പിന്നെ എന്നിട്ട് വീടിനകം നിങ്ങൾ എന്ത് ചെയ്യണം, മഞ്ഞവെള്ളം കലക്കി, ഇപ്പം നമ്മൾ തറ തുടയ്ക്കുന്നതിനാണ് അവിടെയാണെങ്കിലും മഞ്ഞൾ വെള്ളം കലക്കി നമ്മളെല്ലായിടവും തളിച്ച് പുറവും തളിച്ച് വീടിൻ്റെ പുറത്തെല്ലാം കൊണ്ടുവന്ന് തളിച്ച് നല്ല വീട് ശുദ്ധിയാക്കുക. ഇനി കടൽ വെള്ളം ഉണ്ടെങ്കിൽ കടൽ വെള്ളവും നല്ലതാണ്, മഞ്ഞൾ വെള്ളവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കർക്കിടക മാസത്തിലേക്ക് ഒരുങ്ങണം. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് രാമായണം ചൊല്ലാനുള്ളവർക്ക് രാമായണം ചൊല്ലാം, ആത്മീയമായിട്ട് ധ്യാനിച്ചിരിക്കേണ്ടവർക്ക് ധ്യാനിക്കുക, യോഗ ചെയ്യേണ്ടവർക്ക് യോഗ ചെയ്യാം. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, അങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നമുക്ക് ഈ കർക്കിടക മാസം എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. എന്നാൽ ഒന്നും കൂടി ഒരുക്കമായിട്ട് ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വീഡിയോയിൽ കമൻ്റായിട്ട് പലരും ചോദിക്കുന്നുണ്ട്, നിനക്ക് അത് പറയാൻ എന്താണ് കാര്യം, ഇത് പറയാൻ എന്താണ്, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ മറുപടി ഞാൻ കൊടുക്കുന്നുമുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയാം എന്നെക്കുറിച്ച്. നിങ്ങൾ പറയും, ഓ അവളിപ്പോൾ വലിയ പുണ്യാളത്തിയാണ്, അല്ലെ അവൾ ഭയങ്കര കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ എന്നാൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ആയത് ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആയി പോയ ഒരു സമയത്ത്, ഞാൻ നടു റോഡിൻ്റെ മധ്യത്തിലായി പോയ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. എനിക്ക് വേണ്ടി ജീവിച്ചപ്പോഴും എനിക്ക് കൂട്ടിനായിട്ട് വന്നതാണ് എൻ്റെ ആത്മീയ ജീവിതം. അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന മൂർത്തി, ഞാൻ ആരാധിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് കൂട്ടായിട്ട് വന്നതാണ്. എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചാരും തന്നിട്ടില്ല, ഒരു ഉപദേശം തന്നിട്ടില്ല, ഒന്ന് ചേർത്തണച്ചിട്ടില്ല, ഒരു ഭക്ഷണം വാങ്ങി തന്നിട്ടില്ല, ഒരു ചെരുപ്പ് വാങ്ങി തന്നിട്ടില്ല, എനിക്ക് ഒന്നിനും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഈ നിലയിലേക്ക്, ഈ ഒരു നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റുന്ന ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പ്രാപ്തമാക്കിയത് ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്നിലുള്ള ആ ആത്മാവും എന്നിലുള്ള ദൈവികതയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എന്നെയാണ്, എൻ്റെ ആത്മാവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ വേറെ ദുർബുദ്ധിയൊന്നും, അവിവേകമോ ദുർബുദ്ധിയോ ഒന്നും ഞാൻ കാണിച്ചില്ല. ഞാൻ ആ നടു റോട്ടിൽ നിന്നപ്പോഴും, ഇരുട്ടിനകത്ത് നിന്നപ്പോഴും, റോട്ടിലകപ്പെട്ട് പോയപ്പോഴും, ഒറ്റപ്പെട്ടപ്പോഴും, ഇരുട്ടിലായപ്പോഴും എല്ലാ സ്ഥലത്തും ഞാൻ വഴി തെറ്റാനോ വഴി പിഴച്ചു പോവാനോ അല്ലെങ്കിൽ പിഴച്ച് നടക്കാനോ ഒന്നും ഞാൻ പോയില്ല. ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ
ജീവിച്ചു. എൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അല്ലെ എന്നെ നോക്കാനും, എനിക്ക് ഒരു നേരം ആഹാരം കഴിക്കാനോ, ഒന്ന് ചെരുപ്പിടാനോ, ഒരു ഡ്രസ്സ് വാങ്ങാൻ എല്ലാം ഞാൻ തന്നെ എന്ത് ചെയ്തു, സ്വയമായിട്ട് പ്രാപ്തിയായി. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കാറുണ്ട് എന്നെക്കുറിച്ച് പലപ്പോഴും. ഞാൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്. എൻ്റെ മനസ്സിന് സമാധാനവും ശാന്തിയും തന്ന് എന്നെ ഈ നിലയിലോട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് എന്നെ പ്രാപ്തയാക്കിയത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ മൂർത്തിയായ എൻ്റെ ദേവിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രകൃതിയും ഈ ദൈവിക ചൈതന്യവുമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ എല്ലാവർക്കും കർക്കിടക മാസത്തിൻ്റെ ഇതായ ഒരുക്കങ്ങളെല്ലാം എല്ലാവരും തുടങ്ങുക. കർക്കിടക മാസത്തിനെ വരവേൽക്കുക. കർക്കിടക മാസത്തിൽ പത്തിലത്തോരൻ, കർക്കിടക മാസത്തിൽ പ്രധാന ഭക്ഷണങ്ങളുണ്ട്. വിളക്കിന് പ്രാധാന്യമുണ്ട്, ഭക്ഷണത്തിന് പ്രാധാന്യമുണ്ട്. ശാരീരികമായ ശുദ്ധി, മനഃശുദ്ധി, ശരീരത്തിനെ എല്ലാവരും ശ്രദ്ധിക്കും, മനസ്സിനെ ശ്രദ്ധിക്കും. ആ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ ആത്മീയ കാര്യങ്ങളും കൂടെ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വിളക്ക് വയ്ക്കുക, രാമായണം ചൊല്ലുക, 2 നേരം വിളക്കെത്തിക്കുക, 2 നേരം കുളിച്ച് ശുദ്ധമാകുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നതും ആരെ സഹായിച്ചില്ലെങ്കിൽ ആരെ ദ്രോഹിക്കാൻ എന്ത് ചെയ്യരുത്, പോകരുത്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കുക. നമ്മുടെ വാക്കുകൊണ്ടാണെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ടാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും മേഖലകളോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആരെ എന്ത് ചെയ്യരുത്, ഒരു രീതിയിലും നമ്മൾ ദ്രോഹിക്കാൻ പോവാതെ മാന്യമായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവരോടും ഞാൻ പറഞ്ഞാന്നല്ലോ, കർക്കിടക മാസമാണ് വരുന്നത്. ഇനി 15 ദിവസമേ ഉള്ളൂ കർക്കിടക മാസത്തിനെ വരവേൽക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോഴും എൻ്റെ പകുതി പണി എന്ത് ചെയ്തിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. ഇനിയുണ്ട് എനിക്ക് ബാക്കി ബാലൻസ് പണികളുണ്ട്. അതെല്ലാം ഞാൻ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം പ്രിപ്പയർഡായി ഇരിക്കണം. അപ്പോൾ എല്ലാം ടിന്നുകൾ അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ കഴുകുക, തുടയ്ക്കുക, ക്ലീൻ ചെയ്യുക. ഒരു പൊടി പോലും എവിടെയും പാടില്ല. എല്ലാത്തിനെയും എന്ത് ചെയ്യണം, എല്ലാത്തിനെയും അടിച്ച് വെളിയിൽ കളയണം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് കഴിയുന്നതും വ്രതവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവനവൻ്റെ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവനവൻ്റെ ആത്മാവിന് വേണ്ടി. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആത്മാവിന് സമാധാനം മരണാനന്തരത്തിലും കിട്ടുവാൻ വേണ്ടി നല്ലത് ചെയ്ത് നല്ലത് പ്രവർത്തിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദേവരാഗം ചാനലും ദേവലോകം ചാനലും എല്ലാവരും കയറി കാണും.